ഈ ചൂടിന്റെ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിന്റെ കാരണമായി പ്രധാനമായും പറയുന്നത് വലിയ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പിലേക്ക് തന്നെ സംസ്ഥാനം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ നിർബന്ധമായും പാലിക്കണം. ഇത്തരം സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രതയും ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകണം. അനീഷ് ദേവസ്യ കൂടി ഉണ്ടല്ലേ? കോഴിക്കോട് നിന്നാണ് അനീഷ് ചേരുന്നത്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്താകെ ഈ രീതിയിൽ കൊടും ചൂട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മലബാർ മേഖല, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെയുള്ള കാലാവസ്ഥ റിപ്പോർട്ടുകൾ എന്താണ്, വിവരങ്ങൾ? അർജുൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും മീനച്ചൂടിൽ വെന്തുരുകയാണ് മലബാർ മേഖല, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ. ഇത്തവണ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 37 ഡിഗ്രി സെൽഷ്യസ്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അല്പം കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഈ അവസാന വാരങ്ങളിൽ 34.5 മുതൽ 35.5 ഡിഗ്രി സെൽഷ്യസ്. മേഖലയിലും ഈ താപനിലയുണ്ടായ വ്യത്യാസം എല്ലാ ആളുകളെയും ബാധിച്ചിട്ടുണ്ട്. മെയിനായും ഇത് ബാധിച്ചിരിക്കുന്നത് ഈ പുറം ജോലി ചെയ്യുന്നവരാണ്, അതായത് വഴിയോര കച്ചവടക്കാർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവരാണ് ബാധിച്ചിരിക്കുന്നത്. ഈ ജില്ലയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും അവിടെ ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഈ ചൂട് അനുഭവപ്പെടുന്ന 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അവർക്ക് വിശ്രമമാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഈ താപനിലയുമായി വ്യത്യാസപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ഒരാൾ മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ 4-5ഓളം സൂര്യതാപമേറ്റ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.